ഞാനിപ്പോൾ നിൽക്കുന്നത് മാംഗോ മെഡസ് എന്നുള്ള സ്ഥലത്താണ്. ഇത് കോട്ടയത്തിനടുത്താണ്. കോട്ടയം പോണ വഴിക്കാണ്. കോട്ടയം പ്രോപ്പറല്ല, ഇതൊരു തീം പാർക്കൊന്നുമല്ല. എൻ്റെ ബാക്കിൽ കാണാം ഇത് വാട്ടർ തീം പാർക്കല്ല എന്നല്ല, ഇതൊരു അഗ്രികൾച്ചർ തീം പാർക്കാണ്. ലോകത്തെ ആദ്യത്തെയാണെന്ന് പറയുന്നു. ഇതൊരു 30 ഏക്കർ നടക്കുന്ന ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു കുര്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഏറ്റെടുത്തിട്ട് അതൊരു തീം പാർക്കാക്കി മാറ്റിയതാണ്. സോ ഇവിടെ ഒരു വാട്ടർ തീം പാർക്കൊന്നുള്ള സംഭവമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, പിന്നെ ഇ ബസ് ഉണ്ട് ഇത് ചുറ്റി അടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പുതുവത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള ദിവസം ഇവിടെ നിന്ന് വന്നിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. സോ നമുക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് കയറി കാണാം. 400 രൂപ കണ്ടാണ് എൻ്റെ ടിക്കറ്റ്. ബാക്കി നമുക്ക് വഴിയെ കാണാം. നമ്മളിപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി ഉള്ളിൽ കിടത്തി ഒരു ആൾക്കാരെല്ലാം ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ തിരിച്ച് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യണം പുറത്ത്. ഇതാണ് എൻ്റെ എൻട്രൻസ് ഏരിയ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മുറിയുണ്ട്, റിസപ്ഷൻ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുക, അവർ പറഞ്ഞു തരും. വേണമെങ്കിൽ അവിടെ വിശ്രമിക്കുകയും ചെയ്യാം. ഞാൻ അവിടെ കയറി ചോദിച്ചു ഏത് ദിവസത്തേക്കൊക്കെ പോകേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ആ സ്ഥലം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഈ 30 ഏക്കർ ഏരിയ ഇവർ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നെറ്റിൽ കണ്ടത് 400 ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ 500 വെച്ചിട്ടാണ്. ക്രിസ്മസും പറഞ്ഞിട്ട് അവർ 500 വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 5 പേരുണ്ട്, 2500 കൊടുത്തു. പക്ഷേ ഇതിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല, ഫുഡ് വേറെയാണെന്നാണ് പറഞ്ഞത്. ശരിക്കും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു തീം പാർക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ നെറ്റ് കണ്ടിട്ട് വന്നാണ് എനിക്ക് പറ്റിയത്. ഇത്രയും ഇതിലൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. 500 രൂപയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം കൂടി ഉൾപ്പെടുത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ കണ്ടില്ല. ബാക്കി നമുക്ക് കണ്ടറിയാം. ശരിക്കും ഇവർ ഇത്രയും ഇങ്ങോട്ടേക്കുള്ള വഴി തന്നെ ഭയങ്കര മോശമായിട്ടാണ് വന്നത്. ഇതിപ്പോൾ ഇവരുടെ പ്രശ്നമല്ല, ഇങ്ങോട്ടുള്ള റോഡൊക്കെ വളരെ മോശമാണ്. ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഒരു 500 രൂപയ്ക്ക് ഫുഡ് ഉൾപ്പെടെയാണെങ്കിൽ പിന്നെയും നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഫുഡ് ഉൾപ്പെടെ ഒന്നും ഇത് കിട്ടിയിട്ടില്ല. ഫുഡ് വേറെയാണ്, അതിന് വേറെ എക്സ്ട്രാ കാശായിരിക്കാം. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം ഒരു കുറച്ചൊക്കെ എക്കണോമി എല്ലായിടത്തും നോക്കണ്ടേ. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ചെന്ന് പറഞ്ഞിട്ട് അവന്മാർ 500 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ 400 രൂപയ്ക്കുള്ള നേരത്തെ 400 രൂപയാണെങ്കിൽ ഇപ്പോൾ 300 രൂപയായിരുന്നു. 350 രൂപയും കണ്ട ഇട ദിവസങ്ങളിൽ. ബാക്കി 400 രൂപ നെറ്റി കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇതിൽ വരുന്നത് 500 രൂപ എന്നാണ്. ഓക്കെ, ക്യാഷിൻ്റെ കാര്യം അതാണെങ്കിലും നമ്മൾ വന്ന സ്ഥിതിക്കെല്ലാം കണ്ടിട്ട് തന്നെ പോകണം. ഇപ്പോൾ ഈ പോകുന്നത് ഒരു ചെറിയൊരു ഇ ബസ്സാണ്. ഇതിൽ കൂടെ നമുക്ക് ബസ്സിലും പോകാം, ട്രെയിനിലും പോകാം. ഇവിടെയാണ് ശരിക്കുള്ള എൻട്രൻസ്. മറ്റേതൊരു ഗേറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ശരിയായിട്ടുള്ള എൻട്രൻസ് ഈ കാണുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ ഒരു ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ 400 രൂപ ഫീസ് ഉള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോൾ കാണുന്ന വേറെയാണ്. ക്രിസ്മസ് പ്രമാണിച്ച് പുൽക്കൂടൊക്കെ കണ്ടിരുന്നു. ഈ ബോർഡിൽ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. രാവിലെ 400 രൂപ കണ്ടല്ലോ. 350 രൂപയാണ് പ്രവേശന ഫീസ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇൻ റിയാലിറ്റിയിൽ നമ്മുടെ അടുത്ത് വാങ്ങിച്ചത് 500 രൂപയാണ്. ഇതൊക്കെ തന്നെയാണ് പകൽ കൊള്ള എന്ന് പറയുന്നത്. കാരണം 10 രൂപ 20 രൂപ എന്നുള്ളതല്ല, നമുക്കൊരു ഫെയർ പ്ലേ എന്നുള്ള സംഭവം ഞാൻ കണ്ടില്ല. അതൊരു പറ്റിക്കൽ പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. നമ്മൾ പറഞ്ഞാൽ 500 രൂപയാണ് നേരത്തെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് വരുന്നതിനല്ല, പറഞ്ഞു പറ്റിക്കുക എന്നുള്ളത് വളരെ വെളുത്തിട്ട പരിപാടിയാണ്. ഇത് 350 400 എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും ദൂരെ വന്നിട്ട് അതൊരു 5 പേരുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഇത്രയെന്ന് ആലോചിക്കുക എന്നുള്ളൂ. ക്യാഷ് മാത്രമല്ല, നമ്മൾ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണ്ടേ. എനിവേ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കയറി കാണുകയാണ് ഇപ്പോൾ. സോ കയറി കഴിഞ്ഞാൽ ഇവരവിടെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം പിടിച്ചിരുത്തിയിട്ട് ഒരു ഗൈഡ് വന്നിട്ട്, ഈ ഗൈഡ് വന്നെങ്കിൽ നമ്മളൊരു 10-15 പേരെങ്കിലും വേണം. അതുവരെ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. അരമണിക്കൂർ നമ്മുടെ വേസ്റ്റാണ്. നമ്മൾ കാശ് കൊടുത്ത സമയമാണെന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ ഗൈഡിനെയും വിളിച്ചിട്ട് നമ്മളെ ഓരോ സ്ഥലം കൊണ്ട് കാണിക്കും. ഇവിടെ ഈ റിക്ഷയുണ്ട്, ബസ്സുണ്ട്, ട്രെയിനുണ്ട്. ചെറിയ ട്രെയിനാണെന്ന് മാത്രം. ഇത് കാണുന്ന ഒരു രഥം പോലെ സാധനമാണ്. ഇതൊന്നും ഇവിടെ ഓടിച്ചു കണ്ടിട്ടില്ല. സോ ഇവർ ഈ ഗൈഡിനെ കാത്ത് ഞങ്ങളവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു. എന്നിട്ടൊരു ഗൈഡ് വന്ന് ഞങ്ങളെല്ലാം കൊണ്ട് കാണിച്ചു തന്നു. ഇവിടെ കുറച്ച് മരങ്ങളുണ്ട്. മരങ്ങളെപ്പറ്റി അവർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ട് എനിക്കത് സിസ്റ്റം ഇഷ്ടമായിട്ടില്ല. കാരണം ഈ മരങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ബോർഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഗൈഡ് വന്നിട്ട് നമ്മൾ ഓരോന്ന് നമ്മുടെ അത്രയും സമയമാണ് നമ്മൾ പെയ്ഡാണെന്ന് നോക്കണം. നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്ത് പേ ചെയ്തിട്ട് അവർ പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്യിച്ചിട്ട് ഒരാൾക്കൂട്ടായിട്ട് മാത്രമേ ഗൈഡായിട്ട് പോവുള്ളൂ. ഗൈഡായിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കുറേ നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ വണ്ടിയാണ്ടൊക്കെ പോകും. അതാണ് അവരുടെ ഒരു ഗൈഡിങ് സിസ്റ്റം. പിന്നെ ഈ ഒരു ഗൈഡിങ് സിസ്റ്റത്തിൽ എനിക്ക് വലിയ പ്രയോജനം തോന്നുന്നില്ല. ഈ സ്ഥലം മുഴുവൻ നടന്ന് കാണിക്കും. പക്ഷേ ഇതൊന്നും ഇവർ പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള വിവരമുണ്ട് എന്ന് ഇവർക്ക് എന്താണ് മനസ്സിലാവുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലും. അല്ലെങ്കിൽ മലയാളത്തിൽ ചോദിച്ചാലും മതി, നമുക്ക് കാണാമല്ലോ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കണ്ടങ്ങ് പോകാൻ ചോദിച്ചാൽ മതി. ശരിക്കും ഇതെല്ലാം കണ്ടു പോകാവുന്നേ ഉള്ളൂ, ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ലാണ്ട്. പക്ഷേ ഇവർ നമ്മളെ നിർബന്ധിച്ച് ഇങ്ങനെ തന്നെ ഗൈഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവാണ്. വലതുവശത്തൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. അവരോട് ഒന്ന് പറയും ഇത് ചിൽഡ്രൻസ് പാർക്കാന്ന് പറയും. അത് പ്രത്യേകിച്ച് പറയാണ്ട് തന്നെ കൂടെ കണ്ടറിയാമല്ലോ. സോ ആ ഒരു 1/4 മണിക്കൂർ നമ്മുടെ വരുമ്പോൾ ഒരു വേസ്റ്റ് ആക്കുന്നുണ്ട്.
ശരിക്കും അത് അൺനെസറി ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും. അത് ഇവരെന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. കുറേ ഫോർമാലിറ്റീസ് അധികമായി കഴിഞ്ഞാൽ നമുക്കൊരു രസം ഉണ്ടാവില്ല. എനിക്കത് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചു, അത് തന്നെ 450 അല്ലെങ്കിൽ 350 400 എന്ന് പറഞ്ഞത് 500 വാങ്ങിച്ചു. അത് ക്രിസ്മസ് പ്രമാണിച്ച് കൂട്ടിയെന്ന് പറയുന്നത്. അങ്ങനെ പ്രമാണിച്ച് കൂട്ടാനാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്തൊരു നാടായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം തോന്നിയ പോലെ ക്യാഷ് കൂട്ടുക എന്നാണെങ്കിൽ പബ്ലിഷ് ചെയ്ത റേറ്റിൽ നിന്ന് വേറെ നിറ. പിന്നെ ഈ കാണുന്നത് ഒരു തേയിലത്തോട്ടം എന്നാണ് അവർ പറയുന്നത്. കുറച്ച് തേയില വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു വാച്ച് ടവർ ഉണ്ട്. സോ അങ്ങോട്ട് കയറി കാണുന്നത് കാണാം. ഇതൊക്കെ നമുക്ക് ചെറുതായി ഒരു മിനിയേച്ചറായിട്ട് അവർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ മൂന്നാർ കണ്ടെടുക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അത്ര സംഭവമല്ല. പക്ഷേ എനിവേ ആ ഉണ്ടാക്കിയതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ കാണുന്നത് മാംഗോ വിലാസൻ ടീ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഈ ഷോപ്പ് നമ്മുടെ 80കളിലെ സാധാരണ ഒരു ചായക്കട, ഒരു വല്യപ്പനോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നിന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 വല്യന്മാരാണ്. സോ അതിൽ നിന്നും അവർ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർക്ക് റവന്യൂ മേക്കിംഗ് ഏരിയ ആണെന്ന് മനസ്സിലാക്കണം. അതുവരെ കാണുന്നത് ചക്രം ചവിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു കപ്പലിൽ വയ്ക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഇതൊക്കെ പഴയ മോഡലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്രീഷിയബിൾ തന്നെയാണ്. ഞാൻ ഇവരുടെ നല്ല വശങ്ങളും കാണുന്നുണ്ട്. പക്ഷേ മുഴുവനും ഇതൊരു ബിസിനസ് സ്ഥാപനം തന്നെയാണ്. എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ബിസിനസ് കാശുണ്ടാക്കാവുന്ന രീതിയിൽ അവർ നോക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇന്ത്യയുടെ മാപ്പിൽ ഓരോ സംസ്ഥാനത്തുമുള്ള പ്രത്യേക വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് ആണ് ഈ കാണുന്നത്. അതിപ്പോൾ ഇവർ വിവരിച്ചു തരുന്നുണ്ട്, പക്ഷേ അല്ലാണ്ട് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ അവരുടെ ഓരോ ടീംസാണെന്ന് വിചാരിക്കുക. ഓക്കെ. പക്ഷേ ഈ ചില സിസ്റ്റത്തിലൂടെ അല്ലെ, ഇപ്പോൾ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ എനിക്കൊക്കെ ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി നമ്മൾ തന്നെ കൊണ്ടുപോകും. ചിലർ ഗൈഡുകൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് കൊണ്ടുപോകുന്ന ഒരു ബോറും പരിപാടിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടേ പോകാവൂ. അപ്പം പിന്നെ ആരൊന്നും പറഞ്ഞതിൻ്റെ കാര്യമില്ല. അപ്പോൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ ആസ്വാദനം എന്നുള്ള സംഭവം ഇതിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ഈ കാണുന്ന ഒരു കേവായിട്ടുള്ള കേവിൻ്റെ ആകൃതിയിൽ പണിതൊരു കോട്ടേജാണ്. ഇത് നമുക്ക് വാടകയ്ക്കെടുത്ത് താമസിക്കാം. സോ ഇവിടെ ഹണിമൂൺ കോട്ടേജൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു 22 കോട്ടേജ് ഇപ്പോൾ ഫങ്ഷണബിൾ ആണെന്ന് അവർ പറയുന്നു. ഇതൊക്കെ ചെറിയൊരു ബ്രോഷർ എന്നാൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. അതിനുവേണ്ടി ഇത്രയും സമയം വേസ്റ്റ് ആക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഈ വീഡിയോയിലൂടെയും പറയുന്നത്. ഇനി ഒരു മീനൂട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മീനുകളെ ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ള നമുക്കറിയാം. എനിവേ അത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പുണ്യവും പാവമൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ചർച്ച ഉണ്ട്, പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഒരു റിലീജിയസ് ആയ ആൾക്കാരാണെന്ന് ഇതിനെ മനസ്സിലാവും. പക്ഷേ റിലീജിയസ് അല്ലാത്ത ആൾക്കാരിവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഇവർ നോക്കുന്ന പോലുമില്ല. കാരണം ഇവർ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക വിശ്വാസ ബേസായിട്ട് ഇവിടെ പറയേണ്ട കാര്യം. നമ്മളോട് ഒരു ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരാണല്ലോ. എനിവേ ഇതൊരു വലിയൊരു പോണ്ടാണ്. ഇവിടെ മീനുകൾ ഇഷ്ടംപോലെ വരും. അവർക്ക് മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ ഓക്സിജൻ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചക്രം കറക്കി കഴിഞ്ഞാൽ വായുവായിട്ടുള്ള കോൺടാക്റ്റ് വരുമ്പോൾ വെള്ളത്തിലേക്ക് ഓക്സിജൻ ഫീഡ് ഔട്ട് ആവും. അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന സംഭവമാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഈ ചക്രം. സോ ഞങ്ങൾ ഇതിൽ കയറി കണ്ടപ്പോൾ മീൻ കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് എറിഞ്ഞു കൊടുത്താൽ മതി, മീനുകൾ വരും, മീനുകൾ ഭക്ഷണം കഴിക്കും. അത് കണ്ട് ആസ്വദിക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു സൺബാത്ത് ഏരിയ ഉണ്ടെന്ന് പറയുന്നു. ഈ കാണുന്ന ഈ സ്ട്രക്ചറിൻ്റെ മുകളിൽ ഈ കാണുന്നതെല്ലാം കോട്ടേജാണ്. 22 കോട്ടേജ് ഫങ്ഷണബിൾ ആണെന്ന് പറയുന്നു. ഈ കാണുന്നത് ₹1 നാണയത്തൊട്ട് വെട്ടിയുണ്ടാക്കിയ ആ ഷീറ്റിൻ്റെ ബാക്കി വന്ന ഭാഗമാണ്. അത് വെച്ചിട്ടാണ് ഇവർ നടക്കുന്ന സ്ഥലം, പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നത്. ആ ഐഡിയൊക്കെ നന്നായിട്ടുണ്ട്. കാരണം അത് വേസ്റ്റായിട്ട് പോകുന്ന സംഭവമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ പ്രയോജനകരമായ ഒരു രീതിയിലേക്ക് മാറ്റിയതൊക്കെ റിയലി അപ്രീഷിയബിൾ തന്നെയാണ്. ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ അറിയാം. വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഏകദേശം നല്ല ക്വാളിറ്റി ആയിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പെഡൽ ബോട്ട് ചെയ്യുന്നതും. പിന്നെ ഒരു തുഴവഞ്ചിയുണ്ട്. തുഴവഞ്ചി നമ്മളെ കൊണ്ട് തുഴയാൻ സമ്മതിക്കണില്ല. അവിടെ കുത്തുന്ന ഒരാളുണ്ട്, അയാൾ കുത്തിക്കോളും. അപ്പോൾ അതൊക്കെ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 500 രൂപയുടെ ഉള്ളതാണൊക്കെ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മലയാള മനോരമയുടെ ചാനൽ പറയുന്ന പോലെ സൗജന്യമായി നിങ്ങൾ കാണാമെന്ന് പറയുന്ന പോലെ ഒരു പരിപാടിയാണ് ഇതെല്ലാം. കാശ് വാങ്ങിച്ചിട്ട് പിന്നെയൊക്കെ സൗജന്യമാണെന്ന് പറയുന്നതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനമുള്ള ആളുകൾക്ക് അത് അത്ര ഇഷ്ടമാവില്ല. കാരണം കാശ് കൊടുക്കേണ്ട ആരും ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സൗജന്യം എടുക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ ഇവർ അങ്ങനെയൊക്കെയാണ് പറയണത്. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റൈഡ് നടത്താം, പിന്നെ സൈക്കിള് സവാരി ചെയ്യാം ഫ്രീ ആയിട്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ സംസാരങ്ങൾ. പക്ഷേ അതൊന്നും നമ്മളെല്ലാം പെയ്ഡാണെന്ന് ഓർക്കണം. അല്ലാണ്ടൊന്നും ആരും ഫ്രീ ആയിട്ട് അവിടെ എന്താണെന്ന് ചരിത്രമൊന്നുമില്ല. പിന്നെ കേരളത്തിലെ ഒരു ഹരമാണ് എന്തും ഫ്രീ കിട്ടിയാൽ ഓടിപ്പോയി ചാടി പോകുന്നുള്ളത്. എല്ലാം കാശ് കൊടുത്തിട്ടാണ് പോകണമെന്നുള്ളത് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. സോ മീനുകൾക്കുള്ള ഭക്ഷണം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവർ ഈ സിസ്റ്റം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ
കുറച്ചും കൂടെ ആൾക്കാർ വന്നേനെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗൈഡിങ് സിസ്റ്റം വേണ്ട, അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് വെറും സമയം കൊല്ലിയാണ്. ചിലപ്പോൾ ആൾക്കാർ കുറച്ച് വൈകിയായിരിക്കും വരിക. ഈ വൈകി വന്ന ആൾക്കാരെ പിന്നെ ഇവർ ഗൈഡുകൾ കൊണ്ട് നടന്നൊരു 3/4 മണിക്കൂർ കൊണ്ട് കളയും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗൈഡ് സിസ്റ്റത്തിന് പോയാൽ മതി എന്നൊരു വേണേൽ അവർക്ക് ഇനിയും വയ്ക്കാവുന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർ ഗൈഡിനോടെ പോട്ടെ, അല്ലാത്തവർ അവരുടെ ഇഷ്ടത്തിന് വിടുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ പോകുന്നത് ഒരു പെഡൽ ബോട്ടാണ്. പോകുന്നത് നമുക്ക് പെഡൽ ബോട്ട് ചവിട്ടി പോകാം, 4 പേർക്ക് ഇരിക്കാം, അതിന് ഡയറക്ഷൻ കൊടുക്കാം. അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ അതിനൊക്കെ പോയിരുന്നു. പിന്നെ ഇവിടെ തുഴ ബോട്ടിനും പോയിട്ടുണ്ട്. പിന്നെ കൊട്ടവഞ്ചി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതും കൊട്ടവഞ്ചി നമുക്ക് തന്നെ തുഴഞ്ഞു പോകാം. അതൊക്കെ നല്ല രസമുള്ള കാര്യം തന്നെയാണ്. ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. എന്തായാലും ആക്ടിവിറ്റീസ് ഉള്ള കാരണം തന്നെ ഇവിടെ രസമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ വലിയ രസമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ആക്ടിവിറ്റീസ് ഉള്ള കാരണം അല്ലെങ്കിൽ ആരും വരില്ലല്ലോ. ഇതിപ്പോൾ നട്ടുച്ച നേരമാണ്, ചോറുണ്ട സമയമൊക്കെ ആയി പയ്യെ. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ മുകളിൽ കാണുന്നത് സൺബാത്ത് ഏരിയ ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കയറിയില്ല. മറ്റേ മൂന്നാറിലെ സസ്യമാണ് നീലക്കൊടുവേലി എന്ന് പറയും. ധാരാളം വിത്തുകൾ അടങ്ങിയ സസ്യമാണ് നീലക്കൊടുവേലി. ഇതിന്റെ വേരിനാണ് പ്രാധാന്യം കൂടുതലുള്ളത്. ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഇതിന്റെ വേര് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇല്ലിക്കാടുകളിലെ കുപ്പന്റെ കൂട്ടിലാണ്. പിന്നെ നമ്മൾ ഇതിന്റെ വേര് കൈ പിടിച്ചുകൊണ്ട് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇതിന്റെ വേരാണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇതിന്റെ വേരെടുത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ഒഴുക്കിനെതിരെയാണ് ഇതിന്റെ വേര് സഞ്ചരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലൊരു പ്ലാന്റ് നേഴ്സറി ഉണ്ട്. ഇതിന്റെ തൈ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇതാണ് അമ്മച്ചിപ്ലാവ്. മാർത്താണ്ഡവർമ്മ എന്ന് പറയും. അമ്മച്ചിപ്ലാവ് ശരിക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. നമ്മൾ മരണാർത്ഥം തീമായിട്ട് ഇതിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധത്തിനിടയിൽ പ്രാണരക്ഷാർത്ഥം ഒളിക്കുന്നത് അമ്മച്ചിപ്ലാവിന്റെ പൊത്തിലാണ്. ഇതിനില്ല, നമ്മൾ സ്മരണാർത്ഥം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പണ്ട് കാലത്തൊക്കെ സോപ്പിന് പകരമായിട്ട് അലക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ കായാണ്. ഇതിന്റെ കാ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണപ്പണിക്കാരാണ്. അവരുടെ സ്വർണ്ണമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിദേശ വനിതകളൊക്കെ അവരെ മുടി വീഴ്ക്കാനായിട്ട് ഇപ്പോഴും ഇതിന്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സോപ്പിൻ കായ മരം എന്ന് പറയും. ഇതിന്റെ കായ്ക്കാൻ നല്ല പതയാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. നിൽക്കുന്ന മരമാണ് ശിംശിഭാവൃക്ഷം എന്ന് പറയും. ഈ കണിക്കൊന്നയുടെ ഇല പോലെ നിൽക്കുന്ന ഏതാണ് എന്തിന്റെ ഇല? രാമായണം എന്ന ഇതിഹാസത്തിൽ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ സീതാദേവി അശോക വനികയിൽ രാമനെ ഓർത്ത് ദുഃഖിച്ചിരുന്നത് ശിംശിഭാവൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. ഈ നിൽക്കുന്ന മരമാണ് ശിംശിഭാവൃക്ഷം കേട്ടോ. രുദ്രാക്ഷമാണുള്ളത്. ചോല രുദ്രാക്ഷം, കൽരുദ്രാക്ഷം, അദ്രാക്ഷം, പൂർണ്ണ രുദ്രാക്ഷം. ബാക്കി മരങ്ങൾ പോകുന്ന വഴിക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇത് നീർമാതളം 2 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. ഇതാണ് നീർമാതളത്തിന്റെ ഇല. ഓരോ തണ്ടിലും 3 ഇലകൾ വീതമാണുള്ളത് കേട്ടോ. ഇതാണ് കാണുന്ന കുട്ടവഞ്ചി ഏരിയ ആണ്. ഇത് നമ്മുടെ എൻട്രി ടിക്കറ്റ് ഉൾപ്പെട്ടതാണ്. ഇതിന്റെ സമയം 5 മണി വരെയാണ്. പെഡൽ ബോട്ട് നിങ്ങൾ തന്നെ ചവിട്ടണം. കുട്ടവഞ്ചി നിങ്ങൾ തന്നെ സ്വയം തുഴയണം. വലുതിൽ 7 പേർക്ക് കയറാം. ഇതാണ് ത്രിഫല. നമ്മൾ ത്രിഫല കൂട്ടുണ്ടാക്കുന്നതിന് നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നീ 3 മരങ്ങളുടെ കായുടെ ജലത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന മരമാണിത്.
ഇതിന്റെ ഉള്ളിൽ ഒരു കുഴൽ പോലെ ഉണ്ട്. നമുക്ക് വെള്ളത്തിനൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ മരത്തിനെ ഒരു വി ഷേപ്പിൽ മുറിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുടിക്കാവുന്ന വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ വെള്ളം ഈ കാണുന്ന ചൂണ്ടയിടൽ കേന്ദ്രമാണ്. മേളിൽ കാണുന്നത് പക്ഷി നിരീക്ഷണ കേന്ദ്രം. താഴെ ചൂണ്ടയിടൽ കേന്ദ്രത്തിൽ ഇവിടെ ചൂണ്ടയും തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇടാവുന്നതാണ്. കിട്ടുന്ന മീനിനെ വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്. ഇതിന്റെ സമയം 5 മണി വരെയാണ് കേട്ടോ. ഈ കാണുന്ന പ്രൈവറ്റ് പൂളാണ്. പെർ ഹെഡ് 100 വരുന്നത്. 1 മണിക്കൂർ ഉപയോഗിക്കാവുന്നതാണ്. പേര് മാംഗോ പൂൾ എന്നാണ്. നമുക്ക് എൻട്രി ടിക്കറ്റ് ഉൾപ്പെട്ട പൂൾ അപ്പുറത്താണ്. അത് പബ്ലിക് പൂളാണ്. അത് 1 മണിക്കൂർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ സമയം രാവിലെ 4:30 വരെയാണ്. ഇവിടുത്തെ ഓണറുടെ കൈയുടെ മോഡലാണ് ഈ ശില്പം. ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും സാറിന്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണ് എന്നുള്ളത് നമ്മളൊരു തീമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സാറിന്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന മരത്തിന്റെ പേര് കാട്ടത്തി എന്നാണ്. അതിന്റെ കാ നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ല. ഇങ്ങോട്ടേക്കാണ്. നമ്മൾ കുന്തിരിക്കമായിട്ടൊക്കെ ഉണക്കിയെടുക്കുന്നത്. നമുക്ക് 3 ടൈപ്പിലുള്ള കുന്തിരിക്കമാണുള്ളത്. കറുപ്പ്, ചുവപ്പ്, വെള്ള. ബാക്കി മരങ്ങൾ പോകുന്ന വഴിക്ക് കാണാവുന്നതാണ്. കൊണ്ടുവന്ന് പരാഗണം ചെയ്യും. പരാഗണം ചെയ്യുന്ന ഭാഗം കറുത്ത നിറമാക്കും. ആ കറുത്ത നിറമായ ഭാഗം നമ്മൾ മുറിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്താണ് അത്തർ ഉണ്ടാക്കി എടുക്കുന്നത്. അത് കായമാണ്. ദിഗമല്ലിക്കായ എന്ന് പറയും. സാമ്പാറിലിടുന്ന കായമാണ്. അതിൻ്റെ കറയാണ് നമ്മൾ കായമായിട്ട് ഉണക്കിയെടുക്കുന്നത്. അതിൻ്റെ ഇലയുടെ മുകളത്തിൽ കൂടെയാണ് അതിൻ്റെ കറ ഉള്ളിൽ വരുന്നത്. കായം ചെടിയായിട്ടും കുത്തിച്ചെടിയായിട്ടും 2 ടൈപ്പിൽ വളരുന്നത്. നാൽപ്പാമര കൂട്ട് അല്ലെങ്കിൽ നാൽപ്പാമര സോപ്പ് എണ്ണയൊക്കെ ഉണ്ടാക്കുന്നതിന് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീ പാല് ചുരുത്തുന്ന 4 മരങ്ങളുടെ തൊലിയാണ് എടുക്കുന്നത്. ഈ 4 മരങ്ങളും ഒരുമിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇതാണ് നാൽപ്പാമര വഞ്ചി കേട്ടോ. ഈ കാണുന്ന മുളകളാണ് 4 ടൈപ്പിലുള്ള മുളകളാണ് ഇവിടെ നട്ടു വെച്ചിരിക്കുന്നത്. മഞ്ഞമുള, കറുത്തമുള, ഓടമുള, രാത്തിമുളയാണ്. പിന്നെ ഈ കാണുന്നത് വാലന്റൈൻസ് ഗാർഡൻ എന്ന് പറയും. പകുതി മനുഷ്യനും പകുതി പ്രകൃതിയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്ന സ്റ്റാച്ചുവാണ് കാണുന്നത്. താഴെ കാണുന്ന കുട്ടി ഭാവി തലമുറയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സ്റ്റാച്ചുവിലിട്ടിരിക്കുന്ന പേര് ലവ് ട്രീ എന്നാണ്.
ഇനി അങ്ങോട്ടുള്ള ഏരിയ എല്ലാം ചെറിയ ചെറിയായിട്ട് ഫാം ലാൻഡാണ് പലരും കൃഷി ഇറക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് ആസൂത്രിതമായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കൃഷിയെല്ലാം. ഇതെല്ലാം അപ്രീഷിയബിൾ തന്നെയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. സോ ഈ 30 ഏക്കർ ഏരിയ ഇവർ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അത് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയാം. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് മാംഗോ മെഡോസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഇവിടെ 1-2 മാവൊക്കെ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഇവിടെ വരുമ്പോൾ ഓർത്ത് ഫുള്ള് മാംഗോ ട്രീ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഓർത്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മാംഗോ ട്രീ ഒക്കെ 2-3 കണ്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ആ പേരിൽ അങ്ങനെ പേരിട്ടിരുന്നേ ഉള്ളൂ. അതുമായിട്ട് വലിയ ബന്ധമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഓരോ ഇഞ്ച് ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്തെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ പിന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. സൈക്ലിംഗ് 2 പേർക്ക് ചോട്ടുന്ന സൈക്കിളുണ്ട്, പിന്നെ സിംഗിളായിട്ട് പോകുന്ന സൈക്കിളുണ്ട്, പിന്നെ 4 പേർക്ക് ഇരുന്ന് പോകാവുന്ന ചെറിയ ഗോകാർട്ട് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. അതിന് ഒരു അരമണിക്കൂറിനുള്ള തിരിച്ചെത്തണം. ഒരു സൈക്കിൾ എടുത്താൽ 100 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. പിന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ മാത്രമേ ഡെപ്പോസിറ്റ് കിട്ടുള്ളൂ. അരമണിക്കൂറിൽ എത്തിയില്ലെങ്കിൽ ആ 100 രൂപ പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. അത് ഞാൻ പറയുന്നത് ഒരു നന്നായി തന്നെ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ആളുകളിലെ ഇവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈക്കിൾ തിരിച്ചു കൊടുക്കില്ല. പിന്നെ ഇവരവരെ പുറകെ നടക്കേണ്ടി വരും. ഇതിപ്പോൾ കാശ് കിട്ടില്ല എന്നോർത്തിങ്ങനെ തിരിച്ച് അവർ കൊണ്ട് കൊടുക്കും. അതൊക്കെ വളരെ നല്ല സിസ്റ്റം തന്നെയാണ്. ഇത് പലതരത്തിലുള്ള ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട്. കേരളത്തിൽ കാണുന്ന അപൂർവമായ ഇനം ചെടികളും മരങ്ങളും ഒക്കെ ഇതിനുള്ളിൽ കാണാം. ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അവർക്ക് അങ്ങനെ അവരുടെ ലൈഫും പച്ചപിടിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതെല്ലാം. ഇനി ഇവിടെ നമ്മൾ കയറുണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്. കയറും പിന്നെ പോട്രി മേക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. പോട്രി നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു കുടം നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോകാം. കാശ് കൊടുത്താൽ മതി. ഇവർ കയറുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് ഇവർ. ഈ ചകിരിയുടെ ഇത് വെച്ചിട്ട് ഈ ചക്രം പോലെ വെച്ചുള്ള സ്ഥലത്ത് തിരിച്ചിട്ട് കയറായിട്ട് വരും. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായ ആളുകൾക്കും എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇതെല്ലാം. ഈ കയറ് ഇപ്പോൾ പിരിച്ചുണ്ടാക്കിയ കയറാണിത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴ ചെന്ന ഇത് തന്നെയായിരുന്നു മെയിനായിട്ട്. കയർ തൊഴിലാളായിരുന്നല്ലോ ആലപ്പുഴ മുഴുവനും. സോ അവരുടെ ഒരു രീതി ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കാം, കയറ് പിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പിന്നെ കയറിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് കയർ വന്നതോടെ ഈ കയറിൻ്റെ ഉപയോഗം പോയി. കാരണം ഡ്യൂറബിലിറ്റി പ്ലാസ്റ്റിക് കയറിൻ്റെ അത്ര ഇതൊരിക്കലും കിട്ടില്ലല്ലോ. പിന്നെ ഇത് ബയോഡിഗ്രേഡബിൾ ആണെന്നുള്ളൊരു ഗുണമുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ യൂറോപ്പിലൊക്കെ നമ്മുടെ കയറിപ്പോൾ കയറ്റുമതി അയക്കുന്നുണ്ട്. അവർ ബയോഡിഗ്രേഡബിൾ സംഭവങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്ന കാരണം നമുക്ക് അന്നേരം യൂസ്ഫുള്ളായ കാര്യങ്ങളാണ് നമ്മളിവിടെ അധികം നോക്കാറ്. അതുകൊണ്ട് ഇവിടെ അത്ര ഡിമാൻഡില്ല ഈ കയറിന്. പ്ലാസ്റ്റിക് കയറാണ് ഇവിടെ കൂടുതൽ ഉപയോഗമുള്ളത്. ഇവിടെ പിന്നെ ഇളനീർ പന്തൽ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നമ്മുടെ വെള്ളത്തിൻ്റെ ATM 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഉപ്പ് കിട്ടും. പിന്നെ ഐസ്ക്രീം കിട്ടും. ഇതൊരു പോട്രി മേക്കിംഗ് ആണ്. ചെറിയൊരു കുഞ്ഞ് കുടം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പേരൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുന്ന് പറഞ്ഞിട്ട് 100 രൂപ കണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നതിന് അഡീഷണൽ ആയിട്ട് കണ്ട്. അപ്പോൾ ആ കുടം കൊണ്ടുപോകാം. സോ ആ കുടം ഉണ്ടാക്കുന്ന ആൾക്കും ഒരു വരുമാനമായി എന്നുള്ളതാണ് അതിൽ സത്യം. ഞങ്ങൾ പിന്നെ കുടം ഉണ്ടാക്കണമൊക്കെ നേരത്തെ കണ്ടായിരുന്നു. ഇതൊന്നും നമുക്കൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാഷനുള്ള കാരണം എല്ലാ സ്ഥലത്തും പോയി കാണുന്ന കാരണം. പിന്നെ ഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കറികൾ കിട്ടുന്ന ഓർത്തുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ കറികളൊന്നും ഇല്ല എന്നവർ പറയുണ്ടായി. ഷാപ്പിൻ്റെ മോഡലൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് ഷാപ്പ് പോലെ തന്നെയാണ്. പക്ഷേ കറികളൊന്നും ഇപ്പോൾ നിലവിൽ അവർ കൊടുക്കുന്നില്ല. ഒരു പക്ഷേ അവിടെ എൻ്റെ ആളുകൾ ഇപ്പോൾ ഒന്നും വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അതിന് പകരം ഇളനീർ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഷാപ്പിൻ്റെ ഉള്ളിൽ ദിവസം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സംവിധാനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യമുള്ളൂ,
നമ്മൾ പറയുന്ന വിലയായിരിക്കും വരുമ്പോൾ, പക്ഷേ അതല്ല, അത് മാത്രമാണ് എനിക്ക് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ മാംഗോ മെഡോസ് എന്ന് പറയുമ്പോൾ മാംഗോ ട്രീസ് ഉണ്ടാകുന്ന ഓർത്തു, അധികം കണ്ടില്ല. ഇനി അങ്ങോട്ട് കോഴികളാണ് അധികം, പല രീതിയിലുള്ള കോഴികൾ, ടർക്കി കോഴി, പൂവൻ കോഴി, നമ്മുടെ നാട്ടിലെ പൂവൻ കോഴി, അങ്ങനെയുള്ള കുറച്ച് കോഴികളുടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പശുക്കൾ, വിവിധ ഇനം പശുക്കൾ, അത് ഇവരുടെ മുട്ട ഇവരെടുക്കുന്നുണ്ട്, പശുവിൻ്റെ പാലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്നർത്ഥം. പിന്നെ ഒരു അക്വേറിയം ഇവിടെ ഉണ്ട്, താറാവുണ്ട് ഇവിടെ. അക്വേറിയം ഇവിടെ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു അക്വേറിയം കാണാൻ പറ്റും, വലിയൊരു അക്വേറിയം. സോ ഈ ഒരു ഏരിയ ഫാം ഏരിയ ആയിട്ട് കണക്കാക്കാം. ഇതൊരു പ്രതിമയാണ്, ഒരു പശുവിൻ്റെ കൊച്ചും പിന്നെ ഒരാൾ പശുവിനെ കറക്കണു. ഇത് പ്രതിമയാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. അങ്ങനെ ഐഡിയ പരമായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ഇത് ബെച്ചൂർ പശുവാണ്. ഈ ഏരിയയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവിൻ്റെ ഏരിയ കഴിഞ്ഞു. ഇത് പശുവിന് കൊടുക്കാനുള്ള പുല്ല് കൊണ്ട് വെട്ടിയിട്ടിരിക്കുകയാണ്. പുല്ലും ഇതിനുള്ളിൽ തന്നെ കൃഷി ഉണ്ടാവും. സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഒരു ഏരിയയാണ്. ഇത് 2 പേർക്ക് ഇന്ന് പോകുന്ന സൈക്കിളാണ്. പിന്നെ 4 പേർക്ക് ഇരിക്കാവുന്ന സംഭവമാണ് ഈ കാണുന്നത്, ഗോകാർട്ട് എന്നുള്ള. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഹെർക്കുലീസ് സൈക്കിൾ, പഴയ ഹെർക്കുലീസ് സൈക്കിൾ വരെയുണ്ട്. അല്ലാത്തുള്ള പുതിയ ഹീറോ സൈക്കിളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ് 100 രൂപ വെച്ചിട്ടുള്ള 1 മണിക്കൂർ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ട് അരമണിക്കൂർ എന്നിട്ട് തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് നല്ല സിസ്റ്റം തന്നെയാണ്. ഞങ്ങൾ സൈക്കിൾ ഓടിച്ചു. അപ്പോൾ നമ്മളൊരു മലയാളി കാരണം ആ 200 രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അരമണിക്കൂറിനുള്ള 20 മിനിറ്റ് ആയിപ്പിക്കും തിരിച്ചുകൊണ്ട് എത്തിച്ചു. കാരണം അത്ര ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം രൂപ തിരിച്ച് വാങ്ങിക്കണമല്ലോ. അത് മലയാളികളുടെ സൈക്കോളജി അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനെ ചെയ്യുന്നത്. ശരിക്കും എനിക്കത് ഇഷ്ടമായി. കാരണം എന്നാലേ നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, കറക്റ്റായിട്ട് സൈക്കിൾ തിരിച്ചെത്തണമുണ്ട്. അതൊക്കെ വളരെ നല്ല സംഭവം തന്നെയാണ്. ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ബാക്കിയുള്ള ഒരു കാവൊക്കെ ഉണ്ട്, അതൊക്കെ പോകുന്ന വഴിക്ക് കാണാം. പരശുരാമൻ മഴുവെറിയുന്ന ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. അങ്ങനെയാണ് കേരളം ഉണ്ടായതാണ് പണ്ടത്തെ ഒരു നമുക്കഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശില്പമാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ ഒരു ദിവസത്തേക്ക് ചെലവഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ നമുക്ക് ഉണ്ടായൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നെറ്റിൽ എല്ലായിടത്തും കണ്ടു ഇവിടെ ഇത് വെച്ചേക്കുന്നത് 400 രൂപ എന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ വന്നപ്പോൾ ഒരു 500 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് രൂപ കളയുന്നുള്ള വിഷമം കാരണം മാത്രമാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്. എന്നാലും നമുക്കൊരു എൻജോയ്മെൻറ്റ് തന്നെയാണല്ലോ. അപ്പോൾ തൽക്കാലത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ഉണ്ട്. എൻജോയ്മെൻറ്റ് ഒരു ദിവസത്തേക്ക് പറ്റിയ ഒരു നല്ല സ്ഥലം കൂടിയാണിത് എന്ന് പറയാം. ഇനി നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളുടെ വിലവരപ്പട്ടിയാണ് ഈ കാണുന്നത്. കല്ലാൽ റെസ്റ്റോറൻറ്റ്, അരയാൽ റെസ്റ്റോറൻറ്റ്, തവിട്ടാൽ റെസ്റ്റോറൻറ്റ് പറഞ്ഞുള്ള പേരുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. വയസ്സായ ആളുകളാണെങ്കിലും മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോയിക്കൊള്ളണം. AC റെസ്റ്റോറൻറ്റാണ്. ന്യായമായ ഒരു വിലയ്ക്ക് കിട്ടാം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉള്ളിൽ ഭക്ഷണമൊക്കെ. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഭാഗ്യം കൊണ്ട് എന്തോ ഇവിടെ ഞാൻ ബട്ടർഫ്ലൈ കണ്ടു. സാധാരണ ഈ ബട്ടർഫ്ലൈ ഗാർഡനുള്ള സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം പൊതുവെ ബട്ടർഫ്ലൈ മാത്രം കാണാറില്ല. പക്ഷേ ഇതിലെന്തോ ബട്ടർഫ്ലൈ ഞാൻ കണ്ടു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തൃശ്ശൂർ സത്നമ്പുരാൻ്റെ ഒരു കൊട്ടാരത്തിനുള്ളിലും ഇതുപോലെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. പക്ഷേ ബട്ടർഫ്ലൈ വെച്ച് ബാക്കി എല്ലാ ജീവികളും അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ പോകുന്നത് ബട്ടർഫ്ലൈ ആണല്ലോ. ഓർമ്മത്തിലും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇനി അങ്ങോട്ട് കാവാണ്. ഒരു കാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ട ഒരു കൽവിളക്കുണ്ട്, കാവുണ്ട്, കാവ് തീണ്ടാൻ വെള്ളം കടയി വെച്ചിട്ടുണ്ട്. ആ പഴയ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് പുതിയ പിള്ളേർക്ക് കാണിക്കാനും പഴയ ആൾക്കാർക്ക് അതൊന്ന് പണ്ടത്തെ ഒരു നോസ്റ്റാലജി ഫീലിംഗ് ഉണ്ടാക്കാനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പറഞ്ഞ വള്ളിച്ചെടികളൊക്കെ കാണുമ്പോൾ രസമുണ്ട്. ഒരു കാടിൻ്റെ ഫീലിംഗ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. സോ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതൊക്കെ ഒരു വിളക്കവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. രസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ ശരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഹഠാത് ആകർഷിച്ച ഒരു കാര്യം തന്നെയാണിത്. അമ്പലക്കുളം എന്നുള്ള സംഭവം ഇവിടെ ഞാൻ കണ്ടില്ല. പക്ഷെ അതിപ്പോൾ എല്ലായിടത്തും ഒരു കുളം കുഴിക്കാൻ പറ്റാത്ത കാരണമായിരിക്കാം. എന്നാലും ഉണ്ടാക്കി വെച്ചേക്കാൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഫുള്ള് ഇതേപോലെ മരങ്ങളുള്ള കാരണം നമുക്കിത് നടക്കാൻ നല്ല രസമാണ്. ചെറിയൊരു കാട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതല്ല, പലതരത്തിലുള്ള മരങ്ങൾ വെച്ചിട്ട്
നമുക്ക് മരങ്ങളെ പറ്റി പഠിക്കുന്നവർക്ക് ഇവിടെ വന്ന ഗുണമുണ്ടെന്നുള്ള സത്യമാണ്. മരങ്ങൾ ഇഷ്ടമുള്ളവർക്കും പല മരങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ ഇവിടെ വരുവാണെങ്കിൽ ശരിക്കും അവരിതെല്ലാം ശരിക്കും ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്കൊന്നുകൂടെ കാവ് കണ്ടിട്ട് പോവാം. കാരണം ഈ കാവിൻ്റെ ഏരിയ എനിക്കെന്തോ കുറച്ച് ഇഷ്ടമായി. കാരണം നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കാവുകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. കാവും ആ കാടും അമ്പലക്കുളവും പിന്നെ ഒരു കൽവിളക്കും ഒരു ദേവതയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. കാരണം അത് കേരളത്തിൽ മാത്രമല്ലേ കാണാൻ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഒരു രസമുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഊണ് കഴിക്കാനാണ് പോയത്. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ സൈക്ലിംഗ് നടത്തി. 2 പ്രാവശ്യം നടത്തി. പിന്നെ പെഡൽ ബോട്ടിംഗ് നടത്തി. പിന്നെ കൊട്ടവഞ്ചി കയറി. പിന്നെ തുഴവഞ്ചിയിൽ കയറി. ഇതൊക്കെ നമ്മൾ ചെയ്യണം. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. മറ്റേ ഇത്രയും കാഴ്ചകൾ കണ്ടു എന്നുള്ള സത്യമാണ്. എന്നാലും അതുങ്ങൾ ചെയ്യുമ്പോഴേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. സോ അതൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇത് പരശുരാമൻ്റെ ബാക്ക് സൈഡാണ്. പരശുരാമൻ മഴ എറിയുന്ന എന്ന നുണക്കഥ അല്ലെങ്കിൽ സങ്കല്പ കഥയുടെ ആ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. ഇവരുടെ കൺസെപ്റ്റൊക്കെ കൊള്ളാം. ഇവിടെ ഏതൻ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ആദത്തിൻ്റെ ഹവ്വയുടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പലതരം വെറൈറ്റിയുള്ള കുറേ ചെടികളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഒരു വലിയൊരു ബൈബിൾ ബുക്കിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഈ മതവിശ്വാസികൾക്ക് വേണ്ടി അവരെ ആകർഷിക്കാൻ വേണ്ടി വെച്ചേക്കണമായിരിക്കാം. എനിവേ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ കാടായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് 2 പേർക്ക് പോകാവുന്ന സൈക്കിളാണ്. ഇതുവരെ അങ്ങനെ പോയില്ലാത്തവർക്ക് വേണമെങ്കിൽ പോകാവുന്നേ ഉള്ളൂ. മുമ്പിലത്തെ ആൾ മാത്രം ചവിട്ടിയാൽ മതി ആദ്യം. അപ്പോൾ മറ്റേ ആൾ അതനുസരിച്ചിട്ട് വേണം ചവിട്ടാൻ. അതാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായത്. 2 പേരും 2 രീതി ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളൊന്ന് ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ സൈക്കിൾ 2 പേർക്ക് ചവിടാൻ സൈക്കിൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയായിരുന്നു. കാരണം നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 പേരും ഓടിച്ച് അങ്ങനെ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുപോലെ വഞ്ചി ഓടിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ പാടില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയാൽ വഞ്ചി ഓടിക്കാനൊന്ന് തുഴഞ്ഞ് പഠിക്കാം. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ലക്കിടി ലേക്കിൽ പോയിട്ടാണ്, പൂക്കോടുന്ന ലേക്കിൽ പോയിട്ടാണ് അതൊക്കെ പഠിച്ചത്. പിന്നെ ഇപ്പോൾ എനിക്കറിയാം ഇതൊരു ചക്ക കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ ഒരു പ്രതിമയാണ്. അത് കാണാൻ നല്ല ഭംഗിയുള്ള അരമാനടുത്തുനിന്ന് മാത്രം. പിന്നെ ഇവിടെ അമ്പെയ്ത്തുണ്ട്. ഒരാൾക്ക് 3 പ്രാവശ്യം അമ്പ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള കുറേ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ പലയിടത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലേക്കും താഴേക്കും പോകുന്ന കുറേ സംഭവങ്ങളും അത് നമ്മുടെ സാധാരണ ഈ പാർക്കിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ലുലു മോളിലും അല്ലെങ്കിൽ ഈ വീഗാലാൻഡിലൊക്കെ കാണുന്ന ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ ഭാഷയിൽ ഫ്രീ ആണ്. നിങ്ങൾക്കെല്ലാം ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഫ്രീ ആണെങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ചുമ്മാ ഒന്ന് കയറിയാൽ പോരായിരുന്നു. ആ ഒരു വർത്തമാനങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ രസമില്ലാത്തത്. ഇതൊന്നും ഫ്രീ അല്ല. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റിൻ്റെ ഇതിൽ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. സോ ഇതെന്നെ ഈ ആകർഷിച്ച സംഭവമാണ്. മരം കൊണ്ട് മാത്രം എന്ന് തോന്നിക്കുന്ന, ഇത് മരമായിരിക്കില്ല, കോൺക്രീറ്റ് ആയിരിക്കാം, പക്ഷേ മരത്തിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിവിടെ കുറേ നേരം വിശ്രമിക്കാനിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം ആൾക്കാരെ കാണാത്തത് നമ്മുടെ ഭാഗ്യം. അത് ഈ മരം ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇരിക്കുകയുള്ളൂ. ഏകാന്തം ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇങ്ങനെ മാറിയിരിക്കുക. ഇതൊരു അമ്പലക്കുളത്തിൻ്റെ ചായയുള്ള സ്ഥലമാണ്. ശരിക്കും ഇവിടെ അമ്പലക്കുളമൊന്നുമല്ല, ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നായിരിക്കാം. എന്തായാലും അത് കാണാൻ അങ്ങനെ രസമുണ്ട്. സ്നാക്ക് ബാറിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ATM ഉണ്ട്. ATM കുട്ടൂസനും ഡാരിയും കൂടിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ മായാവിയുടെ തീമാണ്. അതിൻ്റെ ഉള്ളിൽ മായാവി ഉണ്ട്, ലുട്ടാപ്പി ഉണ്ട്, രാജുരാധയൊക്കെ അവിടെ കാണാം. പിന്നെ കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഒരു സൈക്കിൾ ഓടിച്ച് നടക്കാം. അരമണിക്കൂറോളം ഓടിക്കാനേ കിട്ടുള്ളൂ എന്ന് മാത്രം. പിന്നെ അരമണിക്കൂർ എടുത്ത് കൊണ്ടുപോകാം. അങ്ങനെയാണത്. ക്രിസ്മസ് ആയിരുന്നു. അവിടെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞു. ഒരു ദിവസം പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ദിവസം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ആവശ്യക്കാർക്ക് വരാം, ആവശ്യമില്ലാത്തവർക്ക് വരാണ്ടിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.